ഫാഷൻ എന്നൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ പലരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്താണ് ഫാഷൻ? പ്രതിഫലം കിട്ടിയാൽ മാത്രം എന്തെങ്കിലും ചെയ്യുന്നതിനെയാണോ ഫാഷൻ എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ച് എത്ര കാലം വേണമെങ്കിലും 1 രൂപ പോലും പ്രതിഫലമില്ലെങ്കിലും ഞാനത് ചെയ്യാൻ തയ്യാറാണെന്ന് നിങ്ങൾ ഏതെങ്കിലും തൊഴിലിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ ഞാൻ പാഷൻ എന്ന് പറയൂ. ഞാൻ ഷാക്കുഷൻ എന്ന് വിളിക്കുന്ന എൻ്റെ ഫാദറിനെ സിനിമയിൽ കൊണ്ടുവന്നത് കുഞ്ചാക്കോയുടെ ഫാദറാണ്. അപ്പം എപ്പോഴും എൻ്റെ ഫാദർ പറയും ആരെ മറന്നാലും കുഞ്ചാക്കോനെ മറക്കരുതെന്ന്. അപ്പോൾ ചാക്കോച്ചൻ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഒരു എഫേർട്ട് അതെനിക്ക് പുറത്ത് പറയാമെന്ന് എനിക്കറിയില്ല. 1 പൈസ പോലും ശമ്പളം വാങ്ങിക്കാതെയാണ് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കോംപ്രമൈസ് എടുക്കുന്ന വേറൊരു നടൻ എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്ന നടൻ കുഞ്ചാക്കോ ബോബനാണ് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നത്. കമ്മീഷണർ ഒരു പ്രൈമറി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കാം മാഡം. ഫോറൻസിക് ഉടൻ തന്നെ റിപ്പോർട്ട് തരും. അത് പിന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസൾട്ടിങ് ക്രിമിനോളജിസ്റ്റ് ആണ് മാഡം, അൻവർ ഹുസൈൻ. ഞാൻ എൻ്റെ ഫൈൻഡിങ്സ് വെറുതെ കാണുന്നതല്ല. നമുക്ക് ഈ കേസിൽ ആവശ്യമുള്ളത് കില്ലേഴ്സായിട്ട് ലിങ്ക് ചെയ്യുന്നെങ്കിലും ഡയറക്റ്റ് എവിഡൻസ് ആണ്. അവസാന നിമിഷം പ്രകാശ് സീതാറാം വന്ന് കേസും ക്ലോസ് ചെയ്ത് നാട്ടുകാരുടെയും പത്രക്കാരുടെയും കയ്യടിയും കൊണ്ടുപോയി. അപ്പം നമ്മളെന്തായി മാഡം? ഇനി ഞങ്ങളുടെ കണ്ണുപെട്ടിച്ച് നിങ്ങൾ മുട്ടാണെങ്കിൽ ചാവാതിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു. അയാളുടെ കയ്യിൽ പിടുത്തം കൊടുക്കാതിരിക്കുക. അയാൾ ഞെരിക്കും, വാരിയിലൊടിഞ്ഞ് ലെൻസിലും ഹാർട്ടിലൊക്കെ കയറും. പണ്ട് ചത്ത പാണ്ടികളിലൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയായിരുന്നു. ഇന്ന് നിന്നെ അയാളൊരു പിടുത്തം ഇട്ടില്ലേ? ഞാൻ വരാൻ 10 സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജീവനോടെ ഇല്ല. അയാൾ ആ ഗുണ്ടകളൊക്കെ തല്ലിയല്ലേ ഉള്ളൂ, പൂട്ടിയില്ലല്ലോ. പക്ഷെ നിന്നെ ആദ്യം തന്നെ ആ പൂട്ടിട്ടാ പൂട്ടി. അപ്പം അതിനർത്ഥം കൊല്ലൂന്നുള്ള അയാളുടെ വാക്ക് വിരട്ടല്ല, തീരുമാനമാണ്. ചാവാതിരിക്കാൻ നോക്ക്. താങ്ക് യു.